താഴെ നിന്നുകൊണ്ട് കൈകാലുകൾ അനങ്ങാൻ പോലും കഴിയാതെ വൃക്ഷശിഖരങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്നവരെ വെടിവെക്കുമായിരുന്നു. വെടിവെക്കുമ്പോൾ വെടിയേറ്റൊന്ന് ഉറക്കെ പിടയാൻ പോലും, ഒന്ന് പൊട്ടിക്കരയാൻ പോലും, എന്തിനേറെ തങ്ങളുടെ രക്തവും തങ്ങളുടെ മരണവും ഈ മണ്ണിൽ വെച്ചാകാൻ പോലും സമ്മതിക്കാതെ ഈ മണ്ണിനോടവർ കൂറ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ഭൂമിയോട് ബന്ധമില്ലാതെ വൃക്ഷശിഖരങ്ങളിൽ കെട്ടിയിട്ടിട്ടവരെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ഈ നിരന്തരമായ പീഡനങ്ങൾ വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും അനുഭവിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ, വെള്ളപ്പട്ടികൾക്ക് മുന്നിൽ ആദർശമടിയറ വെക്കാതിരുന്നതിന്റെ പേരിൽ നിരന്തരമായി അങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ 1947 കാലഘട്ടങ്ങൾക്ക് ശേഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്ന കാലഘട്ടങ്ങൾക്ക് ശേഷം, മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാനവർഗമായി ഈ രാജ്യത്തെ അടിസ്ഥാനവർഗമായ 85% വരുന്ന ജനവിഭാഗത്തിന് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്വാതന്ത്ര്യം കിട്ടിയത് മണിമേടകളിൽ വിരാജിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള തമ്പുരാക്കന്മാർക്ക് മാത്രമാണ്. അധികാരത്തിന്റെ ചെങ്കോല് കരങ്ങളിലേന്താൻ അവസരം കിട്ടിയ തമ്പുരാക്കന്മാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മാരകമായ രോഗം പിടിപെട്ട് കണ്ണുകുഴിഞ്ഞ് എല്ലുന്തി മാരക രോഗം പിടിപെട്ട, പോഷകാഹാരക്കുറവുകൊണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ശ്വാസം വലിച്ചുവിടാൻ പോലും ബുദ്ധിമുട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും തോളിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകളോളം മൺകുടങ്ങളുമായി യാത്ര ചെയ്ത് പൈപ്പുകൾക്ക് മുന്നിൽ മൺകുടങ്ങൾ വെച്ച് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ഗ്രാമീണന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്നും കയറിക്കിടക്കാൻ 6 അടി മണ്ണിന്റെ പോലും അവകാശമില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ അന്തി ഉറങ്ങുന്ന ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവര് ഈ രാജ്യത്ത് ഇന്നുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്ത് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ വ്യക്തമായ അവസരം കിട്ടിയിട്ടില്ലാത്ത തങ്ങളുടെ ആരാധനാലയങ്ങൾ അധികാരിവർഗത്തെ കൊണ്ടുപോലും സംരക്ഷിക്കുവാൻ കഴിയാത്തത് കണ്ടിട്ട് ആർത്തട്ടഹസിച്ചു വരുന്ന ഫാസിസ്റ്റ് ദുശക്തികളുടെ മുന്നിൽ എന്തു ചെയ്യുന്നു എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട നാടിന്റെ നാനാഭാഗത്തും ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ബിജോറിലുമെല്ലാം തെരുവോരങ്ങളിൽ പേപ്പട്ടികളെ പോലെ തല്ലുകൊണ്ടും അടികൊണ്ടും വെടികൊണ്ടും വീഴാൻ വിധിക്കപ്പെട്ട സ്വന്തം പെങ്ങന്മാരുടെയും മാതാക്കന്മാരുടെയും ചാരിത്രം സംരക്ഷിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട, സ്വന്തം പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട, സ്വന്തം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഭവനങ്ങളുടെ സംരക്ഷണം പോലും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഇന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന 1947 കാലഘട്ടങ്ങളെന്ന് പറഞ്ഞത്. ഇന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതന്ത്രരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട സഹോദരന്മാരുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങൾ, അവരും സ്വതന്ത്രരായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കാം, അതിലെനിക്ക് വിരോധമില്ല. ഞാനിതൊക്കെ പറഞ്ഞത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ്.